ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിരിക്കുന്ന 2026 ഫുട്ബോൾ ലീഗ് എന്ന് പറയുന്നൊരു ഗെയിമാണ്. ഇതിൻ്റെ പാർട്ട് 3 ആണ് ഗൈസ്. പക്ഷേ ഗൈസ് ഇതിനകത്ത് നമ്മുടെ ടീം സ്പെയിൻ ആയിരുന്നു. സെമി ഫൈനൽ വരെ എത്തി നമ്മൾ. പക്ഷേ ഇതിനു മുമ്പ് 2 പാർട്ട് ഇട്ടായിരുന്നു. 2 പാർട്ടിൽ റൗണ്ട് 1ഉം റൗണ്ട് 2ഉം കളിച്ചായിരുന്നു. പിന്നെ ഇന്നലെ ഞാനാണെങ്കിൽ പാർട്ട് 3ക്ക് വേണ്ടി 3 കളി കളിച്ച് പക്ഷേ ക്യാമറ ഓഫായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ റെക്കോർഡൊന്നും ആയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് കിട്ടിയില്ല ഗൈസ്. 3 കളി അരമണിക്കൂറോളം ഇരുന്ന് 3 കളി കളിച്ചാണ് ഗൈസ്. അതുകൊണ്ട് ആ 3 കളി വെറുതെ പോയി. നമുക്കത് വീഡിയോ ആയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ സെമി ഫൈനൽ ആയിട്ടുണ്ട്. ഇത് നമ്മൾ സെമി ഫൈനൽ കളിച്ചിടാൻ പോവാണ് ഗൈസ്. സ്പെയിൻ vs പോർച്ചുഗൽ ആണ് ഗൈസ്. ഇതിന്റെ പാർട്ട് 3 ആണ് ഇത്. ഇതിന്റെ പാർട്ട് 1 പാർട്ട് 2 കാണാത്തവർ എന്തായാലും പോയി കാണുക ഗൈസ്. പാർട്ട് 3 ആണ് ഗൈസ് ഇത്. ആ റെക്കോർഡായില്ലേ ഗൈസ്. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നു ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം ഗൈസ്. സബ്സ്ക്രൈബേഴ്സ് എല്ലാം തീരെ കുറവാണ് ഗൈസ്. പെട്ടെന്നൊരു 100 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആക്കണം ഗൈസ്. എത്രയും പെട്ടെന്ന് നമുക്ക് ആക്കണം. കളി തുടങ്ങിയിട്ടുണ്ട്. ഇത് സെമി ഫൈനലാണ് ഗൈസ്. നിങ്ങൾ ഇഷ്ടമുള്ള ഗെയിമിന്റെ പേര് പറ. ഹൊറർ ഗെയിം ആണെങ്കിലും എന്ത് ഗെയിം ആണെങ്കിലും നമുക്ക് കളിച്ചിട്ടേക്കാം. നിങ്ങൾ പറയണം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കരുത് ഗൈസ്. മൂന്ന് കളി റൗണ്ട് 1 റൗണ്ട് 2 നമ്മൾ ഇട്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള 3 കളി ഗൈസ് നമ്മൾ പോയി ഗൈസ്. ഗോളാണിത്. ഫസ്റ്റ് ഗോള് യമാലാണ് അടിച്ചത് ഗൈസ്. 3 കളി നമ്മൾ ഇന്നലെ കളിച്ച് റെക്കോർഡാക്കിയായിരുന്നു. പക്ഷെ അത് റെക്കോർഡ് ആയില്ല ഗൈസ്. അങ്ങനെ അരമണിക്കൂർ നിന്ന് കഷ്ടപ്പെട്ട് വെറുതെ ഗൈസ്. അതുകൊണ്ടാണ് ഇപ്പം സെമി ഫൈനൽ ഞാൻ കളിച്ചിട്ട്. ഇനി 2 കളിയും കൂടെ ഉള്ളൂ. സെമി ഫൈനലും ഫൈനലും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കപ്പ് നമുക്കാണ് ഗൈസ്. നമ്മൾ പോർച്ചുഗലായിട്ടാണ് എതിരെ വരുന്നത്. നമ്മൾ അന്യ പാസിട്ടാണ് ഗൈസ് കളിക്കുന്നത്. ഓഫ് സൈഡ് ആണ് ഗൈസ്. അവർക്കൊരു ഫ്രീ കിക്ക് ആയിട്ടുണ്ട്. അടിച്ചു ഗൈസ്. കിട്ടിയില്ല. ത്രോ പോയി ഗൈസ്. നമ്മുടെയാണ്. ഗൈസ് നമുക്കിത് അടിക്കണം ഗൈസ്. രണ്ടാമത്തെ ഗോള് നമ്മൾ അടിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ഗോള്. പാർട്ട് 1 പാർട്ട് 2 കാണാത്തവർ എന്തായാലും പോയി കാണുക. സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നിങ്ങളുടെ ഏത് ഗെയിമാണ് വേണമെന്ന് കമന്റ് ചെയ്ത് നമുക്ക് ആ ഗെയിം ഇടാം, കളിച്ചിടാം ഗൈസ്. അവരൊരു ഗോൾ അടിച്ചു ഗൈസ്. നമുക്ക് 2, അവർക്ക് 1 ആണ് ഗൈസ്. കിട്ടിയില്ല. വലിയ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. ഈ കളി നമുക്ക് ജയിക്കണം ഗൈസ്. അത് പോയി. ത്രോ പോവോ? ഇല്ല. ഓക്കെ. അവിടെ നമ്മളൊരു ഫൗൾ ചെയ്തേക്കുവാണ്. ഓക്കെ. വേറൊരു പ്ലെയറിനെ ഇറക്കണം.
ആ പ്ലെയറിനെ ഇറക്കിയിട്ടുണ്ട്. എതിർ ടീമിന് യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ഫൗള് കിട്ടിയിട്ടുണ്ട്. ഫൗൾ ചെയ്ത ആൾക്ക് ഇഞ്ചുറി ആണ് ഗൈസ്. അതുകൊണ്ട് ജമാലിന്റെ അടിയാണ്. നേരെ പോസ്റ്റിലോട്ട് വെച്ചാലോ ഗൈസ്. നോക്കാം നമുക്ക്. ഗൈസ് ഇത് അടിപൊളി അടിയായിരുന്നു, പക്ഷെ കിട്ടിയില്ല ഗൈസ്. വീണ്ടും ഓഫ് സൈഡ് വന്നിട്ടുണ്ട്. അവരുടെ കിക്കാണ്, ഗോളി കിക്കായിരുന്നു. വീണ്ടും ഓഫ് സൈഡ്. 5 ഓഫ് സൈഡ് ആയി ഗൈസ്. ഇപ്പം ഫസ്റ്റ് ഹാഫ് തീർന്നേക്കുവാണ്. നമുക്ക് 2 നമുക്ക് 2 അവർക്ക് 1 ഗൈസ്. ഇത് നമുക്ക് 2 അവർക്ക് 1 ഗൈസ്. അവരെ കൊണ്ട് ഇനി ഒന്നുപോലെ അടുപ്പിക്കാൻ സമ്മതിക്കരുത് ഗൈസ്. അടിച്ച സെമി ഫൈനൽ നമ്മൾ പൊട്ടും. സെമി ഫൈനൽ പൊട്ടിയ ഓക്കെ, ഇത് നമുക്ക് ഗോളാക്കണം. കിട്ടിയില്ല ഗൈസ്. അവരെ കൊണ്ട് ഗോൾ അടിക്കാൻ സമ്മതിക്കരുത്. ഇത് ഗോളാക്കണം ഗൈസ്. ഇതെങ്ങനെയും ഗോളാക്കണം. ഗൈസ് ഒന്നും ഗോളാക്കാൻ പറ്റുന്നില്ല ഗൈസ്. 2-1 അവര് ഒരു ഗോളും കൂടെ അടിച്ചാ ഗൈസ് 8ാമത്തെ ഗോൾ അവർ അടിക്കാൻ സമ്മതിക്കരുത്. ഗൈസ് 3ാമത്തെ ഗോൾ നമ്മൾ അടിച്ചിരിക്കുകയാണ്. 3ാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഗോൾ അടിച്ച് എങ്ങനെയാന്ന് കാണിച്ചു തരുവാണ് ഗൈസ്. 3ാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് നമുക്ക് കളിയിക്കണം ഗൈസ്. 3 ഗോൾ യമാൽ തന്നെയാണ് അടിച്ചത്. യമാലിനെ കൊണ്ട് നമ്മൾ ഹാർട്ട് കളിപ്പിച്ചു ഗൈസ്. ഇല്ല, ത്രോ ആണ് നമ്മുടെ ത്രോ ആണ്. നമ്മള് ഒരു കാര്യം പറയാം, നമ്മള് റൊണാൾഡോ ആയിട്ടാണ് ഗൈസ് എതിരെ കളിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലെയറിന്റെ പേര് നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. നമ്മൾ ഷൂട്ടടിച്ച് പുറത്തോട്ട് കളഞ്ഞു ഗൈസ്. ഇഷ്ടപ്പെട്ട പ്ലെയറിന്റെ പേര് കമന്റ് ചെയ്യാം. നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള പ്ലെയർ ആരാന്ന്. ഗൈസ് ഓക്കെ, ഇത് നമ്മുടെ കിക്കാണ് ഗൈസ്. നമുക്ക് നമ്മുടെ ഈ കളി അപ്പം ഒരാളെ പോലും ബോൾ തൊടിയിക്കാതെ നമുക്ക് ഗോൾ അടിച്ച് നോക്കാം ഗൈസ്. നമുക്ക് നോക്കാം, നല്ലപോലെ പാസ് ഇട്ട് കളിച്ചാൽ മതി. അവരുടെ ടീമിനെ കൊണ്ട് ഗോൾ പോലും തൊടിയിക്കാതെ എങ്ങനെ കളിക്കാൻ നോക്കാം ഗൈസ്. എങ്ങനെ കളിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, കുറച്ച് നേരം നമ്മളൊക്കെ ഇനി ഇതാവും ഗൈസ്. എക്സ്ട്രാ ടൈം 3 മിനിറ്റ് എന്തോ കൊടുക്കുന്നുണ്ട് ഗൈസ്. അവർക്ക് ബോൾ പോലും നമ്മൾ ടച്ച് ചെയ്യാൻ പോലും കൊടുത്തില്ല ഗൈസ്.
അങ്ങനെ നമ്മൾ ഗോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. 4ാമത്തെ ഗോള്. അവർക്ക് ടച്ച് ചെയ്യാൻ പോലും നമ്മൾ ബോൾ കൊടുത്തില്ല. ഇപ്പൊ കളി തീരും ഗൈസ്. ഫുൾ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടോ, ഫുള്ളായിട്ട് കളി തീർന്നിരിക്കുകയാണ് ഗൈസ്. 3 ഗോള് യമാൽ അടിച്ചു. 4-1 ആണ് ഗൈസ്. അവർക്ക് 3 ഫ്രീ കിക്ക് കിട്ടി, നമുക്ക് ഒരെണ്ണം കിട്ടിയുള്ളൂ. പിന്നെ ഫൗൾസ് 3 ഫൗള് അവരെ നമ്മളെ ചെയ്തു ഗൈസ്. 3 ഫൗള് അത് നമ്മൾ അവരെയാണ് ചെയ്തത്. കറക്റ്റ് എനിക്ക് ഓർക്കുന്നില്ല. 61 പാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, 21 പാസ്സാണ് അവർ കൊടുത്തിരിക്കുന്നത്. അവർക്ക് സത്യം പറഞ്ഞാൽ ബോൾ പോലും നമ്മൾ തൊടാൻ പോലും കൊടുത്തില്ല. ഒരു ഗോൾ അവരടിച്ചു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗൈസ്. സെമി ഫൈനലും തീർന്നു ഗൈസ്. കണ്ടോ, സെമി ഫൈനലിനും തീർന്നു. ഇനി കണ്ടോ, പോർച്ചുഗലും ഫ്രാൻസും പുറത്തായിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗൈസ്. ഈ ടീമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് എപ്പോഴോ കളിച്ചായിരുന്നു ഗൈസ്. തുടക്കത്തിലാണെന്ന് തോന്നുന്നു ഈ ടീമായിട്ട് തന്നെ നമ്മൾ കളിച്ചായിരുന്നു ഗൈസ്. റൗണ്ട് 1 നിങ്ങൾ എന്തായാലും കാണുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ഗൈസ്. ഇനി ഫൈനലുമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബായ്.